ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും. പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. എല്ലാ മക്കൾക്കും, ഭഗവാന്റെ ഭക്തമക്കൾക്ക് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളുടെയും കമൻസുകൾ വായിച്ചു, ഭഗവാനിൽ അർപ്പിച്ചു. വിലാസിനി വലിയ പറമ്പിൽ, അത് ഇന്നലെ ഞാനിത് ഭാഗവതം ഇട്ടതിന് ശേഷമാണ് ഈ കമൻസ് വന്നത്. ഞാനത് ഇന്നിനിയിപ്പം വരുന്നതല്ല, നാളെ ഞാൻ പറയും. അതുകൊണ്ട് അപ്പോൾ ഇതിനകത്ത് വിലാസിനി വലിയ പറമ്പിൽ, എനിക്കും മക്കളെ മക്കൾ പറഞ്ഞില്ലയോ നിധിയായി അമ്മയെ കിട്ടിയെന്ന്. എനിക്കും നല്ല നല്ല മക്കളെയാണ് നിധിയായി ഭഗവാൻ തന്നത്. വിലാസിനി വലിയ പറമ്പിൽ, രാധ ഹരേ കൃഷ്ണ നമസ്കാരം മക്കളെ. രുക്മിണി മോഹൻ നമസ്കാരം മക്കളെ. ഉഷ ഋഷികേശ് നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ശ്രീല മക്കളെ നല്ലവണ്ണം മനസ്സിലാകുന്നെങ്കിൽ അത് ഭഗവാനാണ് മക്കളെ മനസ്സിലാക്കി തരുന്നത്. ആയുസ്സും ആരോഗ്യവും മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ദേവി സന്തോഷം മക്കളെ. നിർമ്മല പവിത്രനും അതുപോലെ എല്ലാവർക്കും നമസ്കാരം മക്കളെ. ഭഗവാന്റെ കൃപ തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു ഇല അനങ്ങണമെങ്കിലും ഭഗവാൻ വിചാരിച്ചല്ലേ നടക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഭഗവാന്റെ കൃപയുണ്ടെങ്കിലേ എല്ലാ മക്കൾക്കും ഇത് മനസ്സിലാക്കാനും ഇത് കേൾക്കാനും ഒക്കെ പറ്റുള്ളൂ. ഗീതാ നായർ നമസ്കാരം മക്കളെ. വത്സല സന്തോഷം മക്കളെ നമസ്കാരം. ഹരേ കൃഷ്ണ. രാധേ രാധേ. വത്സലയുടെ എന്തൊക്കെയാ കമൻസുകൾ. ബിന്ദു പ്രദീപ് നമസ്കാരം മക്കളെ. ഓമനയമ്മ സന്തോഷം നമസ്കാരം മക്കളെ. നല്ല കമൻസുകളാണ്. പ്രമീള നമസ്കാരം മക്കളെ. എല്ലാ മക്കൾക്കും എല്ലാവരോടും ഇതിനകത്ത് ഇല്ലാത്ത മക്കളുണ്ട്, ഒരുപാട് മക്കളുണ്ട്, കൂടുതൽ മക്കളുണ്ട്. എല്ലാവരും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഇതിലില്ലാത്ത എല്ലാ മക്കൾക്കും വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷാഭേദം ആരോടും ഇല്ല, എല്ലാവർക്കും. കാരണം നമുക്ക് ഭഗവാൻ എന്താ പ്രപഞ്ചത്തിൽ നമുക്ക് ആരോടെങ്കിലും പക്ഷാഭേദം ഉണ്ടോ? വായു നമുക്ക് എല്ലാവർക്കും ഒന്നുപോലല്ലേ. നദിയിലെ വെള്ളം മഴ പെയ്ച്ചു തരുന്നു. എല്ലാം ഈ പഞ്ചഭൂതം ആണല്ലോ നമ്മളെല്ലാവരും. പഞ്ചഭൂതം ഇതെല്ലാം എല്ലാവർക്കും തുല്യമാണല്ലോ. അത് നമ്മൾ ഇതൊക്കെ അതുകൊണ്ടൊരു ഭാഗവതപ്രിയനാണ്. എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈശ്വരൻ ആർക്കും പക്ഷാഭേദമല്ല. അപ്പം നമുക്ക് എല്ലാ മക്കളും ഒന്നുപോലെ തന്നെയാണ്. എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും സമാധാനവും ശാന്തിയും ആയുസ്സും ആരോഗ്യവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഭാഗവത കീർത്തനം ഭഗവാനെ ഭക്തിയായി ഭജിക്കുന്നതിന് അർത്ഥം അറിയാമെങ്കിൽ പറഞ്ഞു തരണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു അല്പം അർത്ഥമൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് കരുതിയതാണ്. വെറുതെ നാമം ചൊല്ലുമ്പോൾ എന്തെന്ന് അറിഞ്ഞും കൂടെ ചൊല്ലുവാണെങ്കിൽ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, അറിഞ്ഞ് ഭഗവാനോട് ചൊല്ലാമല്ലോ. അതാണല്ലോ ഒന്നുകൂടെ നമുക്കൊരു അതെന്തോ പറയുന്ന ഭക്തി ഉണ്ടാകും. നമുക്ക് ബാക്കി ചൊല്ലാം. ഇന്നലെ ചൊല്ലിയതിൻ്റെ ബാക്കി. ഏതും താനറിയാതെ പഴുതേ പോം, പാതി ആയുസ്സും നിദ്രയാ ജന്തുനാം, പാതി മറ്റേതും ഓരോ ദുരാഗ്രഹാൽ പാപികൾക്കഹോ കൃഷ്ണ ഹരേ ജയ. നമ്മുടെ ആയുസ്സിൽ പകുതി അറിയാതെ അങ്ങ് പോവും. നിദ്രയായിട്ട് ജന്തുക്കളെ പോലെ നമുക്കും അറിയാതെ അങ്ങ് പോവും. എന്താ, ഭഗവാനെ ഭക്തിയിൽ ഭജിക്കുന്ന മക്കളാണെങ്കിൽ അവർക്കറിയാം ഭഗവാനെ ഭജിച്ചെന്നുള്ളൊരു സന്തോഷം കിട്ടും. പക്ഷേ മൃഗങ്ങൾക്കതില്ലല്ലോ. മൃഗങ്ങൾ ഉറക്കം തന്നെയേ ഉള്ളൂ. അതുപോലെ നമ്മൾ ഈശ്വരനെ അറിയാതെ പോയാൽ ജന്തുക്കളെ പോലെ ആയിപ്പോകും. നമ്മുടെ പകുതി ആയുസ്സും വെറുതെ പാഴി പോകും. അതാണ് ഏതും താൻ അറിയാതെ പഴുതേ പോം, വെറുതെ പോകും. പാതി ആയുസ്സും നിദ്രയാ ജന്തുനാം. അപ്പോൾ പകുതി ആയുസ് ജന്തുക്കളെ പോലെ മൃഗങ്ങളെ പോലെ അങ്ങ് പോകും.
പാതി മറ്റേതും ഓരോ ദുരാഗ്രഹാൽ പാപികൾക്കഹോ കൃഷ്ണ ഹരേ ജയ. പിന്നെ ബാക്കി പാതി ആയുസ് ഓരോരോ ദുരാഗ്രഹങ്ങൾ അത്യാഗ്രഹങ്ങൾ ഓർത്തോർത്ത് നേരം വെളുക്കുന്നവരെ കിടന്ന് ഉറങ്ങിയിട്ട് വിളിക്കുമ്പോൾ ഇന്ന് എന്ത് ചെയ്യണം, എങ്ങനെ പോകണം, അതായി ഇതായി ഇങ്ങനെ ഓരോരോ ആലോചനകളും അത്യാഗ്രഹങ്ങളായിട്ട് സമയം അങ്ങ് പോകും, നേരം വൈകും. അപ്പോൾ ഭഗവാനെ ഭജിച്ചോ? ഇല്ല. രാത്രി ഉറക്കം, അതായത് പകുതി ആയുസ് അങ്ങനെ പോകും. പകുതി ഒരു പകലും ഒരു രാത്രിയും കൂടുന്നതാണ് ഒരു ദിവസം. അപ്പോൾ നമുക്കിപ്പോൾ 365 ദിവസം ഒരാണ്ടിലുണ്ടെങ്കിൽ നേരെ പകുതി ദിവസവും രാത്രിയായി പോവും, പകുതി ദുരാഗ്രഹങ്ങളായി പോകും. പിന്നെ നമ്മൾ എപ്പോഴാണ് ഈശ്വരനെ ആരാധിക്കാൻ സമയം? അങ്ങനെ ആയി പോകരുത്. അതിനാണ് ഇത് പറയുന്നത്. ഐവരെയും അടക്കി മനക്കാമ്പിൽ ദിവ്യ വിഷ്ണു ഭഗവാന്റെ രൂപത്തെ ചൊവ്വിൽ കാണുന്ന നേരമിഞ്ഞാനന്ദം കൈവരും നൂനം കൃഷ്ണ ഹരേ ജയ. ഐവരെ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ അഞ്ച് ഇന്ദ്രിയങ്ങൾ. ഐവർ 5 എന്ന് വെച്ചാൽ പിന്നെ എന്തുവാ, കണ്ണ് നേത്രേന്ദ്രിയം, കാത് ശ്രവണേന്ദ്രിയം, അല്ലെങ്കിൽ കർണേന്ദ്രിയം എന്നും പറയും. കണ്ണല്ല കർണം, ചെവി. അപ്പം കർണേന്ദ്രിയമൊന്നോ അല്ലെങ്കിൽ ശ്രോത്രം, ചെവി കേൾക്കുകയില്ലേ, അത് ശ്രോത്രേന്ദ്രിയം. പിന്നെ അപ്പോൾ രണ്ടായ കണ്ണിൻ്റെ നേത്രം കണ്ണ് നേത്രേന്ദ്രിയം, ശ്രോത്രേന്ദ്രിയം 2, ശ്വസനേന്ദ്രിയം 3, പിന്നെ എന്താ പറയുക രസനേന്ദ്രിയം, അത് നാക്കിൻ്റെ രസം അത് 4, പിന്നെ ജ്ഞാനേന്ദ്രിയം നമ്മളെ ത്വക്ക്, നമ്മൾ തൊടുമ്പോൾ നമ്മൾ അറിയുന്നതാണല്ലോ ജ്ഞാനം, അതാണ് ജ്ഞാനേന്ദ്രിയം. ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങൾ നമ്മൾ അടക്കണം. അങ്ങനെ അടക്കി സർവത്തിലും ഏകമായ ഒരു പരമാത്മാവിനെ ആ മനസ്സ്, അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെ അടക്കുമ്പോൾ മനസ്സ് എങ്ങോട്ടും പോകത്തില്ല, പരമാത്മാവിൽ തന്നെ ലയിക്കും. അതാണ് ഐവരെയും അടക്കി മനക്കാമ്പിൽ. നമ്മുടെ മനസ്സിൽ അങ്ങനെ അടക്കണം. ഒന്നും നമ്മൾ നാമം ചെല്ലുമ്പോൾ പലരും പലതിലേക്ക് ശ്രദ്ധിക്കും. അപ്പോൾ ചെവി എങ്ങോട്ടും ആരും വല്ലതും പറയുമ്പോൾ അങ്ങോട്ട് ശ്രദ്ധിക്കും. അപ്പോൾ ശ്രവണേന്ദ്രിയം അടക്കണം. നോട്ടം ഭഗവാൻ തന്നെ ആയിരിക്കണം. അതേസമയം ആരെങ്കിലും ഒന്ന് വഴിയോ പോയത് അവരേക്ക് നോക്കാൻ ചെല്ലും. അപ്പോൾ അതിനെ അടക്കണം, നമ്മൾ നോക്കാൻ പോകരുത്. വഴിയെ ആരോ പോകട്ടെ, അല്ലെങ്കിൽ നാമം ചെല്ലുമ്പോഴായാലും എപ്പോഴും നമുക്ക് ആ ഒരു ശ്രദ്ധ ഈശ്വരങ്ങളിലേക്ക് വേണമെങ്കിൽ ഇതെല്ലാം രസനേന്ദ്രിയോ ശ്വസനേന്ദ്രിയോ എന്തെങ്കിലും മണക്കുമ്പം എവിടെയെങ്കിലും ഒന്ന് കടുക് വറുക്കാന്ന് കൂട്ടിക്കോ, നമ്മൾ നാമം ചെല്ലും എവിടെയോ മണക്കുന്നല്ലേ എന്ന് ചിന്തിച്ച് പോകരുത്. അപ്പം എല്ലാത്തിനെയും നമ്മൾ അടക്കണം, ഒന്നിലേക്കും ശ്രദ്ധ പോകരുത്. അങ്ങനെ വരുമ്പോഴാണ് ഈശ്വരനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഏകാഗ്രത കിട്ടത്തുള്ളൂ. അങ്ങനെയാണ് ഐവരെയും അടക്കി മനക്കാമ്പിൽ ദിവ്യ വിഷ്ണു ഭഗവാന്റെ രൂപത്തെ ചൊവ്വിൽ കാണുന്ന നേരമിഞ്ഞാനന്ദം കൈവരും നൂനം കൃഷ്ണ ഹരേ ജയ. അങ്ങനെ ഭക്തിപൂർവ്വം ഇരിക്കുമ്പോഴാണ് നമുക്ക് ഭഗവാന്റെ രൂപത്തെ നമുക്ക് ചൊവ്വേ കാണാൻ പറ്റും. നമ്മളെ മനസ്സുകൊണ്ട് ഇപ്പോൾ ദർശനമായിട്ട് കണ്ടില്ലെങ്കിലും നമ്മുടെ മനസ്സിനകത്ത് ആ രൂപം ഇങ്ങനെ തെളിഞ്ഞ് കണ്ടുകൊണ്ടിരുന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സ് ഈ ഏകാഗ്രതയിൽ നിന്ന് ചിന്തകൾ ഇന്ദ്രിയങ്ങളെല്ലാം അടക്കുമ്പോൾ എങ്ങും പോകാതെ പരമാത്മാവിൽ തന്നെ ലയിച്ചിരിക്കും. അതിനാണിത് പറയുന്നത്. ഒന്നീതാത്മാവ് കാണപ്പെടുന്നതു എന്നു കാണുമ്പോൾ കാണാം ഭഗവാനെ, എന്നും ഗോവിന്ദാനുഗ്രഹം കൂടാതെ വന്നിടാ മോക്ഷം കൃഷ്ണ ഹരേ ജയ. വന്നിടാ വരത്തില്ല, വന്നിടാച്ച വരുമോന്നല്ല, വന്നിടാ വരത്തില്ല. എന്താ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ മോക്ഷം വരത്തുള്ളൂ. പക്ഷേ ഭഗവാനെ നമുക്ക് കാണാൻ പറ്റും. ഒന്നിത് ആത്മാവ് കാണപ്പെടുന്നത്, നമ്മൾ ഈ പ്രപഞ്ചത്തിൽ എന്താണെല്ലാം കാണുന്നതെല്ലാം ഒരേ ഒരു പരമാത്മാവ് ആണ്. ഇതെല്ലാം മൊത്തവും നമ്മൾ പുറമേ കാണുന്ന സർവ്വതും അതിലെല്ലാം ഈശ്വരനാണെന്ന് ഒന്നിത് ആത്മാവ് കാണപ്പെടുന്നത്. അങ്ങനെ ആരാണ് കാണുന്നത്? ഈ ലോകം മൊത്തവും നിറഞ്ഞിരിക്കുന്ന അചരങ്ങളും എല്ലാം പരമാത്മാവാണെന്ന് ആര് അറിയുന്നു? ആരാണങ്ങനെ ശ്രദ്ധിക്കുന്നത്, അത് മനസ്സിലാക്കുന്നത്? വെറുതെ പറഞ്ഞാൽ പോരാ, അതാണെന്ന് നമ്മൾ രുചിച്ചറിയണം. എന്ത് കണ്ടാലും അത് പരമാത്മാവാണ് എന്ന് നമ്മൾ എങ്ങനെ ഹൃദയം നിറഞ്ഞ് രുചിച്ച് അങ്ങനെ ആരാണത് ഉൾക്കൊള്ളുന്ന അവരാണ് ഒന്നീതാത്മാവ് കാണപ്പെടുന്നത് എന്നു അങ്ങനെ കാണുമ്പോൾ കാണാം ഭഗവാനെ. അങ്ങനെ വരുമ്പോൾ എന്നവർക്കാണ് ഭഗവാനെ കാണാൻ പറ്റുന്നത്. സർവ്വത്തിലും ഭഗവാനാണെന്ന് രുചിച്ചറിഞ്ഞാൽ കാണുന്നതെല്ലാം ഈശ്വരനാണല്ലോ. അപ്പോൾ ആ ചൈതന്യം കൂടെ ഉൾക്കൊള്ളുമ്പോൾ ഭഗവാനെ കണ്ട കണക്കല്ലേ. നമ്മളിപ്പോൾ ഒരു കിളിയെ കണ്ടു, അയ്യോ അത് ഭഗവാനാണ്, അത് ഈശ്വരനാണ്. അപ്പോൾ ആ കൃപ ആ കിളി കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകും.
അങ്ങനെ എങ്ങനെ കാണുമ്പോഴാണ് അത് പരമാത്മാവാണെന്ന് രുചിച്ചറിയണം. ആ കിളിയെ കാണുമ്പോൾ ഒറിജിനൽ പരമാത്മാവാണെന്ന് നമ്മൾ ചിന്തിച്ച് ഉള്ളിലാക്കുമ്പോഴാണ് ആ കൃപ പരമാത്മാവിൽ നിന്ന് നമുക്ക് വരുന്നത്, ആ കിളിയിൽ നിന്ന് നമുക്ക് വരും. ആ കിളിയെ അങ്ങനെ ദർശിക്കുമ്പോഴാണ് നമുക്ക് കൃപ വരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഒന്നീതാത്മാവ് കാണപ്പെടുന്നത് എന്നു കാണുമ്പോൾ കാണാം ഭഗവാനേ, എന്നും ഗോവിന്ദാനുഗ്രഹം കൂടാതെ വന്നിടാ മോക്ഷം. കൃഷ്ണാഹരേ ജയ. ഒരു കിളിയിൽ കൂടെ നമുക്ക് അനുഗ്രഹം വരും, കൃപ വരും. നമ്മൾ ഭഗവാനായിട്ട് കാണുമ്പോഴാണ്. ഒരു കാക്കയെ നമ്മൾ ഭഗവാനായിട്ട് സങ്കല്പിക്കുമ്പോഴാണ് ആ കാക്കയിൽ ഈശ്വരനുണ്ടെന്ന് നമ്മൾ അറിഞ്ഞങ്ങോട്ട് വരുമ്പോഴാണ് അതിൽ നിന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ ആ കൃപ നമ്മളിലേക്ക് ഒഴുകും. അങ്ങനെയാണ്, ഇത് ചൈതന്യമാണ്. അപ്പോൾ ആ കാണുന്നതും എല്ലാം പരമാത്മാവാണ്. അങ്ങനെ ഭഗവാൻ നമുക്ക് കാണുന്നത് അങ്ങനെയാണ്. പിന്നെ ദർശനങ്ങൾ കാണുന്നത് ഇങ്ങനെ ശുദ്ധ ഹൃദയം എല്ലാം ആകുമ്പോൾ നമുക്ക് ദർശനവും പ്രത്യക്ഷത്തിലും കാണാം. അല്ലാത്തവർ ഇങ്ങനെ കണ്ട് രസിച്ച് ആ അമൃത് നമ്മൾ രുചിച്ചറിഞ്ഞ് അതും യഥാർത്ഥം തന്നെയാണ്. അപ്പോൾ എല്ലാ രീതിയിലും നമുക്ക് കാണാൻ പറ്റും. പ്രത്യക്ഷമാകണോ അങ്ങനെ കാണാം, കണ്ണടച്ച് ധ്യാനിക്കുമ്പോൾ ദർശനങ്ങൾ കാണാം. നമ്മൾ എത്രമാത്രം എന്തെല്ലാം അലങ്കാരത്തിലൊക്കെയാണ് ഈ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കാണുന്ന. അതുപോലെ ഇപ്പോൾ എത്രമാത്രം ഒരു ദേവിക്ക് തന്നെ എത്ര കൈകളോട് കൂടിയാണെങ്കിലും അതെല്ലാം നമ്മുടെ ഉള്ളിൽ ധ്യാനിക്കുമ്പോൾ ആ ഭ്രൂമധ്യത്തിലേക്ക് ഇരുളായിരിക്കുന്ന അവിടെ നോക്കി തെളിഞ്ഞ് വരും. അപ്പോൾ എല്ലാം ഈ ലോകത്തുള്ള സർവ്വതും നമുക്ക് കാണാൻ പറ്റും. നക്ഷത്രങ്ങളെ കാണണോ, സൂര്യനെ കാണണോ, എന്ത് കാണാനില്ല, എല്ലാം നമുക്ക് കാണാം. അപ്പോൾ എന്താ, നല്ലൊരു ഹൃദയം നമുക്കുണ്ടാവണം, ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് വേണം, എല്ലാം പരമാത്മാവാണെന്ന് നമ്മൾ ഉൾക്കൊള്ളണം. അതാണ്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് മോക്ഷം കിട്ടത്തുള്ളൂ. എന്നും ഗോവിന്ദ അനുഗ്രഹം ഇല്ലാതെ കൂടാതെ വരത്തില്ല. അതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മോക്ഷത്തിന് അർഹതയുള്ളൂ. അതിനെന്ത് വേണം? ഇന്ദ്രിയങ്ങളെല്ലാം അടക്കി, മനസ്സിനെയൊക്കെ അടക്കി എല്ലാത്തിൽ നിന്നും വിരമിക്കണം. അപ്പോൾ നമുക്ക് ഭഗവാനെ അറിയുമ്പോൾ മാത്രം നമുക്ക്, അല്ലാത്തപ്പോഴൊക്കെ നമുക്ക് എന്ത് എടുക്കുകയും കഴിക്കുകയും എല്ലാം ചെയ്യാം. അത് കാണുന്നതെല്ലാം ഭഗവാനായിട്ട് കണ്ടാൽ മതി. അത് അങ്ങനെ അങ്ങ് പൊക്കോളും. പിന്നെ പോകെ. എല്ലാവർക്കും നമസ്കാരം. നമുക്കിനി സമയം പോയി. എന്നാൽ ഇത് അറിയാത്ത മക്കൾക്ക് വേണ്ടി ഞാനിത് പറയാതിരുന്നാൽ അത് പറ്റത്തില്ല. എല്ലാം ഭഗവാൻ ഇതെല്ലാം രുചിച്ചറിയാനുള്ള കാര്യങ്ങളാണ്. ഇത് ഭാഗവതം വായിച്ച് പഠിക്കലല്ല നമുക്ക് ആവശ്യം, നമുക്ക് ഭഗവാനെ രുചിച്ചറിയുന്നതാണ്. എപ്പോഴും ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരമാത്മാവാണ് എല്ലാത്തിലും എന്ന് നമ്മൾ ഉൾക്കൊള്ളണം. എന്നിട്ട് നമ്മൾ പഠിക്കണം ഇത്. അപ്പം നമുക്ക് വായന ചിലപ്പം കുറച്ചേ പറ്റൂ. കാരണം എനിക്ക് സമയം ഒരു 25 മിനിറ്റാണ്, പക്ഷേ ഇത് 30ഓളമൊക്കെ അങ്ങ് പോകുന്നു. എല്ലാവർക്കും നമസ്കാരം മക്കളെ. നമ്മൾ ഇവിടം വരെ വായിച്ചു എന്ന് ഓർമ്മയുണ്ടോ? പിന്നെ ഭഗവാൻ ഇങ്ങനെ സത്യവ്രതനോട് പറഞ്ഞു, എല്ലാ ഓഷധികളുടെ എല്ലാ വിത്തുകളും എല്ലാം എടുത്ത്, പിന്നെ 7 ദിവസമാകുമ്പോൾ പ്രളയം വരുമ്പോൾ അവിടെ ഇതെല്ലാം ഒരുങ്ങി നിൽക്കുമ്പോൾ ഒന്ന് അല്പം ബുദ്ധിമുട്ടും, നീന്തിയൊക്കെ നിൽക്കും, വെള്ളത്തിലിങ്ങനെ നീന്തി നിൽക്കും. അപ്പോൾ വിഷമിക്കുമ്പോൾ വരും തോണി. അപ്പോഴതിൽ സപ്തർഷികൾ 7 മഹർഷിമാരതിൽ കാണും. ഇതൊക്കെ നമ്മൾ വായിച്ചത്. നോക്കട്ടെ. സപ്തർഷികൾ തമ്മോട് എന്നാൽ അപ്പോൾ ചിത്തസംഭ്രമത്തോടും അബ്ധിയിൽ തിരകളിച്ചെത്രയും ഉഴന്ന് അങ്ങോടിങ്ങോട് നടക്കുമ്പോൾ സത്വരം മുനികളാൽ പ്രേരിതനായുള്ള നീ മൽധ്യാനം എന്നെ ധ്യാനിക്കണം. മൽധ്യാനം തുടങ്ങുമ്പോൾ അന്തികെ വന്നിടുവൻ. അങ്ങനെ അങ്ങോടിങ്ങോടിങ്ങനെ വിഷമിക്കും. സപ്തർഷികളായിട്ട് കയറിയാലും തുഴയാൻ ആളില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇതിലെ തിരകൾ കൊണ്ടാണ് അങ്ങോട്ടും ഓളം കൊണ്ടാണ് ഇത് അങ്ങോട്ടും പോകുന്നത്. അങ്ങനെ വിഷമിച്ച് ഭഗവാനെ തന്നെ ധ്യാനിക്കുമ്പോൾ അന്തികേ വരും ഞാൻ, അത് ഭഗവാൻ. മുമ്പിൽ വന്നടുത്തു കാണായി വരുന്ന അളവ് എൻ്റെ കൊമ്പോട് ചേർത്ത് ബന്ധിച്ചിടുക തരണിയും. അങ്ങനെ വന്നടുക്കുമ്പോൾ ഭഗവാന്റെ മത്സ്യത്തിൻ്റെ കൊമ്പോട് ചേർത്ത് തരണി, വള്ളം കൂടെ കെട്ടണം.
ഞാനത് വലിച്ചും കൊണ്ട് അങ്ങോടിങ്ങോട് നടന്നാനന്ദം വളർത്തു നിന്നിടുവൻ നിനക്കപ്പോൾ മാനസേ വൈരാഗ്യം ഉണ്ടായി വന്നിടും എന്നെ ധ്യാനിക്ക കൊണ്ട് മനഃശുദ്ധിയും താനേ വരും. അങ്ങനെ അതിലിരുന്ന് അങ്ങോടിങ്ങോടൊക്കെ ഭഗവാൻ ഇങ്ങനെ ഇതിൽ നിന്ന് പോകുമ്പോൾ വലിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്ക് ഇദ്ദേഹത്തിന് മനഃശുദ്ധിയും എല്ലാം ഭഗവാനെ ധ്യാനിച്ച് കാരണം ഇത്രയും വെള്ളത്തിലാകുമ്പോൾ ഒരല്പം വിഷമമൊക്കെ കാണും. എന്താ അത്ര കരയില്ലാതെ വെള്ളമല്ലേ, മൊത്തം സമുദ്രമല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ള വന്ന് വിഷമിക്കുകയും ചെയ്യും. അങ്ങനെ ഭഗവാനെ അങ്ങ് പിടിച്ചോളും, അത്ര മുറുകെ പിടിക്കും. കാരണം ഒരു അബദ്ധവും വന്നുകൂടാത്തതുകൊണ്ട് അപ്പോൾ എത്രത്തോളം ഭഗവാനെ മുറുകെ പിടിക്കാം. അങ്ങനെ പിടിച്ച് ധ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് മനഃശുദ്ധിയും താനേ വരും. അക്കാലം തവ മനഃശുദ്ധി കണ്ട് ആത്മജ്ഞാന ഉൾക്കാമ്പിൽ ഉപദേശം ചെയ്തുടൻ ഉണർത്തുവൻ. അങ്ങനെ മനഃശുദ്ധി ഉണ്ടാകുമ്പോൾ ആത്മജ്ഞാന ഉൾക്കാമ്പിൽ അദ്ദേഹത്തിൻ്റെ സത്യവ്രതൻ്റെ ഉൾക്കാമ്പിൽ ഉള്ളിൽ ഉപദേശം ചെയ്ത് ഉണർത്തും പരമാത്മാവായ നാരായണൻ കൃഷ്ണൻ. ഭഗവാനിങ്ങനെ ഉണർത്തും. ഭക്തിയും ആനന്ദ സംസിദ്ധിയായെത്തും നിനക്ക് അത്യന്തം മേന്മേൽ നന്നായി വരിക നിത്യാദികൾ മത്സ്യവിഗ്രഹൻ ഭക്തവത്സലൻ അരുൾ ചെയ്തു. അങ്ങനെ ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. ഈ സമുദ്രത്തിൽ കൊണ്ട് മത്സ്യത്തിനെ ആക്കിയപ്പോഴാണ് ഇതെല്ലാം പറയുന്നത്. പിന്നെ തിരിച്ച് മത്സ്യത്തിന് വേറെങ്ങും പോകേണ്ട, സമുദ്രത്തിൽ തന്നെ ഭഗവാൻ അറിയാം സമുദ്രത്തിൽ എങ്ങനെ കിടക്കണമെന്ന്. അത്രയും വളർന്നു. അപ്പോൾ ഭഗവാൻ ഇതെല്ലാം മത്സ്യരൂപിയായിരിക്കുന്ന ഭഗവാൻ സത്യവ്രതനോട് ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വേണം, 7 ദിവസം കഴിയുമ്പോൾ ജലം പൊങ്ങും, സമുദ്രമാകും. അങ്ങനെ മത്സ്യവിഗ്രഹൻ, അതായത് ഭഗവാൻ മത്സ്യരൂപി ഭക്തവത്സലൻ ഇതെല്ലാം അരുൾ ചെയ്തു. തൽ സമുദ്ര അന്തർഭാഗേ താൻ മറഞ്ഞരുളിനാൻ. ഇതെല്ലാം പറഞ്ഞിട്ട് ഭഗവാൻ മത്സ്യം അന്തർഭാഗെ അടിയിലേക്ക് അകത്തേ അത് വെള്ളത്തിൻ്റെ അടിയിലേക്ക് അങ്ങ് പോയി. പൃഥീശൻ സത്യവ്രതൻ താനും ഔവണ്ണം തന്നെ വിത്തെല്ലാം എടുത്തുകൊണ്ടൊരുങ്ങി പാർത്തിയിടിനാങ്ങ്. വിത്തുകളെല്ലാം എടുത്തുകൊണ്ട് ഒരുങ്ങിയിരിക്കുന്ന 7 ദിവസമല്ലേ ഉള്ളൂ. അങ്ങനെ പൃഥ്വീശൻ വെച്ചാൽ ഈ രാജാവ്, പൃഥ്വി ഈശ്വരൻ, ഭൂമി ഭരിക്കുന്ന ആൾ രാജാവ് സത്യവ്രതൻ. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ വിത്തുകളെല്ലാം എടുത്ത് ഒരുങ്ങി പാർത്തിരിക്കുന്നു, കാത്തിരിക്കുന്നു. സത്വരം അരുൾ ചെയ്ത വണ്ണം അങ്ങ് 7-ാം ദിനം അബ്ധിയിൽ ത്രൈലോക്യവും മഗ്നമായി വന്നു ബലാൽ. അങ്ങനെ സമുദ്രത്തിൽ ത്രൈലോക്യം എല്ലാം പറഞ്ഞ ദിവസം മഗ്നമായി വന്നു, വെള്ളം പൊങ്ങി. ചിത്തത്തിൽ ജഗന്നാഥൻ തന്നെയും ധ്യാനിച്ചുകൊണ്ട് അത്തലെന്നിയേ നീന്തും പൃഥ്വീശൻ അതുകാലം. അങ്ങനെ ഭഗവാനെ ചിത്തത്തിൽ മനസ്സിലിങ്ങനെ ധ്യാനിച്ചു. കാരണം വെള്ളം പൊങ്ങിയപ്പോൾ ഭഗവാൻ പറഞ്ഞു അല്പം ബുദ്ധിമുട്ടി ധ്യാനിച്ച് ഇരിക്കുമ്പോഴാണ് വെള്ളം വരത്തുള്ളൂ. അതുകൊണ്ട് ജഗന്നാഥൻ ഇങ്ങനെ ധ്യാനിച്ച് ഇദ്ദേഹം അത്തലെന്നിയേ ഒരു വിഷമവും ഇല്ലാതെ നീന്തി. ഭഗവാന്റെ കൃപയുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വിഷമമൊന്നും ഉണ്ടായില്ല. അത്തലെന്നിയെ ഇല്ലാതെ ഒരു വിഷമവും ഇല്ലാതെ നീന്തി പൃഥ്വീശൻ അതുകാലം. അങ്ങനെ രാജാവ് വെള്ളമെല്ലാം പൊങ്ങി സമുദ്രമായപ്പോൾ അദ്ദേഹം ഭഗവാൻ പറഞ്ഞതനുസരിച്ച് തന്നെ നീന്തി കടന്നു. മുൽപ്പാടങ്ങടുത്തു കാണായതു തരണിയും. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ധ്യാനിച്ച് നീന്തിയപ്പോൾ ഭഗവാൻ തന്നെ മുൽപ്പാടങ്ങടുത്ത് ഭഗവാനെ കണ്ടു. തരണി കണ്ടു, ഭഗവാൻ വന്നില്ല, തരണി വള്ളം കണ്ടു. സപ്തർഷി പ്രവരരോടൊത്ത് അതിൽ കരേറി ഞാൻ തോണിയിൽ കര എങ്ങും കാണാതെ പലകാലം താണുപോകാതെ മേന്മേൽ ഓളങ്ങൾ കളിക്കുമ്പോൾ. അങ്ങനെ ഒരുപാട് സമയം എന്നുവെച്ചാൽ സപ്തർഷികൾ 7 പേരും വന്ന് അതിലോട് ഇദ്ദേഹവും കരേറി തോണിയിൽ കയറിയിട്ട് കര എങ്ങും കാണാതെ പല കാലം, കുറച്ച് നാളിങ്ങനെ അവർ തുഴയാനൊന്നും ആളില്ല. പക്ഷേ ഈ ഓളങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ താണു പോകാതെ ഭഗവാൻ കാത്തോളുമല്ലോ. അപ്പം ഈ വള്ളവും എല്ലാം സപ്തർഷികളെല്ലാം പരമാത്മാവാണല്ലോ. ഈ സപ്തർഷികളെന്ന് പറയുന്നത് ആരാ? അതിലും ഇതിലും എല്ലാം സത്യവ്രതനിലും എല്ലാം ഈശ്വരനുണ്ടല്ലോ. കാണുന്നതെല്ലാം ഈ പ്രപഞ്ചം മൊത്തം ഉള്ളതെല്ലാം പരമാത്മാവ് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഭയക്കേണ്ട കാര്യമില്ല. ആ വള്ളവും ഭഗവാൻ തന്നെയാണ്, അതിനെ നിയന്ത്രിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ പിന്നെ അങ്ങനെയുള്ളൊരു ഭക്തന് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. എല്ലാം ഈശ്വരമയം എല്ലാം ഭഗവാനാണ്, നാരായണമയം എന്ന് ചിന്തിക്കുന്ന ഒരു ഭക്തന് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. അവിടെ എല്ലാം താങ്ങിക്കൊള്ളും പരമാത്മാവ്. അങ്ങനെ സപ്തർഷി
അത് വായിച്ചല്ലോ. പല കാലം താണുപോകാതെ മേന്മേൽ ഓളങ്ങൾ കളിക്കുമ്പോൾ ദീനത ഒഴിഞ്ഞെഴും മനസ്സേ നാരായണ ധ്യാന ഉൾച്ചേരും മുനിമാരുടെ നിയോഗത്താൽ മാനവപ്രവരരും മീനവിഗ്രഹനായ ദീനവത്സലൻ തന്നെ ധ്യാനിച്ചു മേവിടുമ്പോൾ. അങ്ങനെ മുനിമാർ പറഞ്ഞു കൊടുത്ത് അവരുടെ നിയോഗത്താൽ മാനവപ്രവരനോട് പറഞ്ഞു ഭഗവാനെ ധ്യാനിക്കാൻ. മീനവിഗ്രഹനായ ദീനവത്സലൻ തന്നെ ധ്യാനിച്ചു. അത് മത്സ്യരൂപിയായ ഭഗവാനെ തന്നെ ഈ സത്യവ്രതൻ ധ്യാനിച്ചു. ഈ മുനിമാർ പറഞ്ഞു, അങ്ങനെ നിയോഗിച്ചു, അങ്ങനെ ചെയ്യാൻ പറഞ്ഞു, ഭഗവാനെ ധ്യാനിക്കാൻ പറഞ്ഞു. അപ്പോൾ മത്സ്യരൂപിയായ അതായത് മീനവിഗ്രഹനായ ദീനവത്സരൻ, ഭഗവാൻ ദീനന്മാരെ കാത്തുകൊള്ളുന്ന ഭഗവാനാണ്. അതുകൊണ്ട് മക്കളെ ആരും വിഷമിക്കേണ്ട. ആർക്കാണ് ദീനം അവർ ഭഗവാനെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യവും നിറവേറ്റി തരുന്ന ഭഗവാനാണ്. അതുകൊണ്ട് ദീനവത്സരൻ തന്നെ ധ്യാനിച്ചു മേവിടുമ്പോൾ എന്തു വന്നുടൻ വൈസാരണ രൂപിയാം ഭഗവാൻ, അതായത് മത്സ്യം, വൈസാരണ രൂപി എന്ന് വെച്ചാൽ മത്സ്യരൂപിയായിട്ട് ഭഗവാനും ധ്യാനിച്ചപ്പോൾ വന്നു. അതുവരെ അവർ പലകാലം ഈ വള്ളത്തിൽ തന്നെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി കിടന്നു. ധ്യാനിച്ചപ്പോൾ ഭഗവാൻ മത്സ്യരൂപിയായിട്ട് വന്നു. അങ്ങനെ വന്നുടൻ വൈസാരണ രൂപിയാം ഭഗവാൻ ഉന്നത മഹാശൃംഗം കാട്ടിനാൻ ഉയരവേ. വലിയൊരു കൊമ്പ്, വലിയൊരു ശൃംഗം അത് കാട്ടിനാൻ ഉയരവേ, പൊക്കത്തിലിങ്ങനെ ഉയർന്ന് കണ്ടു. വള്ളത്തിൽ ഇവരിങ്ങനെ ഇരുന്നപ്പോൾ അത്രമാത്രം ഭഗവാനെ മത്സ്യരൂപിയെ ധ്യാനിച്ചപ്പോൾ വലിയ ആ ശൃംഗം വെച്ചാൽ അത്രമാത്രം ഉയരേ വരുന്നത് കണ്ടു. വന്ദിച്ചു നമസ്കരിച്ച് ഉന്നത ഭക്തിയാ കൂപ്പിച്ചെന്നടുത്ത് ഏറ്റം പരാക്രമനാം നാഗത്തിനാൽ തോണിയും ചേർത്ത് ബന്ധിച്ചിടിനാൻ നൃപതിയും. അങ്ങനെ രാജാവായ സത്യവ്രതൻ ഭഗവാനെ വന്ദിച്ചു കണ്ടപ്പോഴേ, ഉയരത്തിലിങ്ങനെ കൊമ്പ് കണ്ടപ്പോഴേ ഭഗവാനെ മത്സ്യരൂപിയെ നമസ്കരിച്ച് ഉന്നതമായിട്ട് ഭക്തിയാ കൂപ്പിച്ചെന്ന് അടുത്ത് ഏറ്റവും പരാക്രമനാകുന്ന നാഗം വാസുകി, അത് ഭഗവാന്റെ ആണല്ലോ. അങ്ങനെ ആ വാസുകി എന്തിനാ കയറായിട്ട് ഇതിനെ ബന്ധിക്കാൻ. മത്സ്യത്തിൻ്റെ കൊമ്പും വള്ളത്തിൻ്റെ അറ്റത്തൊരു മുനം പോലെ ഉള്ളതുണ്ടല്ലോ, ഇതെല്ലാം കൂടെ ബന്ധിക്കണം. അതിന് കയറിന് പകരം വാസുകി, അതായത് നാഗം, സർപ്പം. നാഗത്തിനാൽ തോണിയും ചേർത്ത് ബന്ധിച്ചിടനാൻ നൃപതിയും ആനന്ദാലയൻ താനും മെല്ലവേ നടകൊണ്ടാൻ. ആനന്ദാലയൻ താനും, അത് പരമാത്മാവായ ഭഗവാൻ ആനന്ദരൂപിയാണ്, മത്സ്യരൂപി. ആ ഭഗവാൻ മെല്ലവേ ഇവരെ വലിച്ചുകൊണ്ട് പോയി നടകൊണ്ടാൻ. അക്കാലം സത്യവ്രതൻ തോണിയും വലിച്ചുകൊണ്ട് ഉൾകൃപയോടും എഴുന്നള്ളിയിടും ഭഗവാനെ പ്രസ്തുതനാക്കിയിട്ട് അതിഭക്തിയാ കൂപ്പിയിടും വിധോ മത്സ്യമൂർത്തിയും ദയാവിധനായി അനുക്രമാൽ തത്വജ്ഞാനവും ഉപദേശിച്ചു വഴി പോലെ. അങ്ങനെ ഭഗവാൻ ഇങ്ങനെ മത്സ്യമായ ഭഗവാൻ ഇങ്ങനെ ഇവരെയും കൊണ്ട് ഇങ്ങനെ നീന്തി പോയി, ഇവരെയും കൊണ്ട് എവിടെയൊക്കെ പോ അങ്ങനെല്ലാം ധ്യാനിച്ചിരിക്കുക. അപ്പോഴീ സത്യവ്രതൻ അങ്ങനെ പ്രസ്തുതനാക്കിയിട്ട് അതിഭക്തിയാ, അത്രമാത്രം ഭക്തി കൂടുതൽ. ചില മക്കൾ വരെ ഭക്തി കൂടിയപ്പോഴാണ് അമ്മയെ കിട്ടിയതെന്ന്. അങ്ങനെ ഭക്തി കൂടുമ്പോൾ അങ്ങനെ മക്കളെ ഭഗവാന് അങ്ങനെ കൃപയുണ്ട്, സ്നേഹം ഭക്തിയും സാധുക്കളെ കിട്ടും. അതായത് ഇപ്പോൾ ഒരു പത്തിക്കാരൻ ഇങ്ങോട്ട് നമ്മളെ ഉപദ്രവിക്കാൻ വന്നാൽ നമ്മൾ അതിനെ ഓടിച്ചു വിടും. എൻ്റെ മുമ്പിൽ തെമ്മാടികളായിട്ടുള്ളവർ വന്നാൽ ഞാൻ ഓടിച്ചു വിടും. അപ്പോൾ ചിലർക്ക് തോന്നി ഇവർ ഭയങ്കരിയാണല്ലോ എന്ന്. നമുക്ക് ചേരാത്ത ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ പിടിച്ച് അകത്തിരുത്താൻ പറ്റുമോ? അവരോട് അപ്പോൾ ഭർത്താവായാലും ആരായാലും നമ്മളങ്ങനെ ചെയ്തു പോകും. നമുക്ക് നിലനിൽപ്പ് വേണ്ടേ? അപ്പോൾ തെറ്റുകൾ കാണിക്കുമ്പോൾ നമുക്കത് ചേരാത്തയാണെങ്കിൽ നമ്മളവിടെ എതിർക്കും. അത് തെറ്റാണോ? അപ്പം എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. നമുക്ക് ചേരേണ്ടുന്ന ആൾക്കാരായിട്ട് നമുക്ക് ചേരാൻ പറ്റും. അപ്പം നമുക്ക് ചേരുന്നതെന്ന് വെച്ചാൽ ഭക്തന്മാരാണ്, ഭക്തന്മാർക്ക് സജ്ജനങ്ങൾക്ക് ചേരത്തുള്ളൂ. അപ്പം മറ്റുള്ളവർ എന്തെങ്കിലും, ഇപ്പം കംസൻ എന്തിനാണ് ഭഗവാൻ കൃഷ്ണൻ വധിച്ചത്? ചേരത്തില്ല. അപ്പം നമ്മളൊരു വാക്കുണ്ടെങ്കിലും നമ്മൾ പള്ളു പറയുകയോ ഉപദ്രവം ചെയ്തെങ്കിലേ അവർ മാറിപ്പോകത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളെ വധിക്കാൻ നോക്കും. അതുകൊണ്ട് വേണ്ടുന്ന രീതി നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിയില്ലാത്തവരായിപ്പോകും, കഴുകളെ പോലെ ആയിപ്പോകും. നമുക്ക് നിലനിൽപ്പ് വേണം. നമുക്ക് ഇതൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് നമ്മുടേതായ പരമാത്മാവിൻ്റെ ശക്തി പ്രകാരം നമ്മൾ ആ കൃപയോട് നമ്മൾ നിൽക്കണമെങ്കിൽ അവിടെ എതിർക്കാൻ വരുന്നവരോ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നത് നമ്മൾ ഏത് രീതിയിൽ ഉപദ്രവിക്കുന്നവർ കാണും. അവർ നമ്മളെ എതിർത്ത് നിൽക്കണം. അങ്ങനെ എത്രത്തോളം ഭക്തി വർദ്ധിച്ചെന്താ ഇവിടെ ഈ സത്യവ്രതന്
അത്രത്തോളം ആനന്ദം ഉണ്ടായി. ഭഗവാൻ ഇങ്ങനെ അത്ര അനുഗ്രഹം കൊടുക്കുന്നതുകൊണ്ട് ഇദ്ദേഹം അങ്ങനെ വീണ്ടും വീണ്ടും പ്രസ്തുതനാക്കിയിട്ട് അതിഭക്തിയാ കൂപ്പിടുമെത്തു. മത്സ്യമൂർത്തിയും ദയാവിധനായി അനുക്രമാൽ തത്വജ്ഞാനം ഉപദേശിച്ചു വഴി പോലെ. അപ്പോൾ തത്വജ്ഞാനം ഉപദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അംഗീകരിക്കണം. നല്ല കാര്യങ്ങൾക്ക് മാത്രം. നമുക്ക് ചേരാത്ത പ്രവൃത്തി കൊണ്ടുവരുന്നവരാരെ. ഇപ്പോൾ ഒരു ജീവജാലങ്ങളെ നമ്മുടെ മുമ്പിട്ട് അടിച്ചു കൊല്ലുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെറ്റുകൾ ചെയ്യുകയാണ്, നമ്മളവിടെ എതിർക്കത്തില്ലേ? അല്ലെങ്കിൽ അന്യവരാണെങ്കിൽ നമ്മുടെ കൂടെ താമസിക്കുന്നവർ തെറ്റുകൾ ചെയ്താൽ നമ്മൾ എതിർക്കാനേ പറ്റത്തുള്ളൂ. നമുക്ക് അതുകൊണ്ട് കൂട്ടു നിൽക്കാൻ പറ്റത്തില്ല. വാൽമീകി എങ്ങനെയായിരുന്നു? പിന്നെ പിടിച്ചു പറിച്ച് വീട്ടിൽ കൊണ്ടു ചെല്ലുമ്പോൾ ഇതിന് സപ്തർഷികൾ വന്നപ്പോൾ അവരെയും പിടിച്ചിറക്കാൻ നിന്നപ്പോഴത്തേക്ക് എന്താ പറഞ്ഞേ? പാപം ആണ്. അപ്പോൾ ഭാര്യയ്ക്കും മകനും കഷ്ടപ്പാടായിട്ട് അവർ പാവം ഏക്കുമോ ചെന്ന് ചോദിക്കാൻ പറഞ്ഞു. വെച്ചാൽ അവർ ഏക്കത്തില്ല. അങ്ങനെ അദ്ദേഹം നന്നായില്ലേ? കാട്ടാളൻ രത്നാകരൻ വാൽമീകി. എന്താ കാരണം? അതുപോലെ നമ്മൾ ചേരാത്തടത്ത് ചേരാൻ പറ്റില്ല, നമുക്കൂടെ പാവം കിട്ടും. അതുകൊണ്ട് നമ്മൾ ഒഴിഞ്ഞു മാറണം. അപ്പോൾ തത്വജ്ഞാനം ഉപദേശിച്ച് വഴിപോലെ ഭഗവാൻ അവിടെ ഈ സത്യവ്രതന് കൊടുക്കുന്നു. തൽസ്വരൂപത്തിങ്കലമാർ അനുഗ്രഹിച്ചുടൻ തത്ര ഭൂപനും മത്സ്യമൂർത്തിയുമായി ഉണ്ടായ ഒരു ഉത്തമ സംവാദ നിർബന്ധ കാരണത്തിനാൽ സത്തുക്കൾ മാത്സ്യം പുരാണം ജഗൽ പ്രസിദ്ധമായത്രയും ഭക്തിയാ പാഠം ചെയ്യുന്നു നിരന്തരം. തൽപ്രളയാന്തേ ഹയഗ്രീവ നിഗ്രഹം ചെയ്തു. അങ്ങനെ പ്രളയമെല്ലാം തീർന്ന് അന്തത്തിൽ അവസാനം പ്രളയത്തിൻ്റെ ഒടുവിൽ എന്ത് വന്നു? ഭഗവാൻ എന്തിനാ അവതരിച്ചത് മത്സ്യമായിട്ട്? ഹയഗ്രീവനെ കൊന്നിട്ട് വേണം വേദങ്ങൾ വീണ്ടെടുക്കാൻ. അതുകൊണ്ടാണ് അത്ര നാൾ അവിടെ ഇങ്ങനെ കടന്നത്. അപ്പോൾ പ്രളയ അന്തം, അതായത് പ്രളയത്തിൻ്റെ ഒടുക്കൽ, പിന്നെ സൃഷ്ടി നടത്തണ്ടേ? അപ്പം ബ്രഹ്മാവ് ഉണരും. അപ്പോൾ ഹയഗ്രീവ നിഗ്രഹം ചെയ്ത് ഹയഗ്രീവനായ അസുരനെ എന്തിനാ ഭഗവാൻ എന്നാൽ പിന്നെ അയാളെ കൂടെ അങ്ങ് താലോലിച്ച് നടത്തിയാൽ പോരാ. എന്തിനാ ഹയഗ്രീവനെ കൊന്നത്? തെമ്മാടിത്തം കാണിച്ചിട്ടാ, വേദം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കുമ്പോൾ അവിടെ എതിർക്കാനുള്ള സമയത്ത് എതിർക്കണം. ഭഗവാൻ അങ്ങനെ ചെയ്തു. അതുകൊണ്ട് അയ്യോ അവരൊരു ഭക്തയല്ലയോ, അവർ കള്ളഭക്തിയാണ്, അവർ കണ്ട് ഇങ്ങനെ ഇത് അങ്ങനെ എന്നൊക്കെ നമുക്ക് തോന്നിക്കും. ചിലർക്ക് അങ്ങനെ ആയിപ്പോവും. നമ്മുടെ മക്കളൊരു കുറ്റം ചെയ്താൽ മക്കൾ കുറ്റം ചെയ്തതിനെ ശിക്ഷിക്കാണ്ട് അതിനെ താലോലിച്ച് ഉമ്മ കൊടുത്ത് വിടണോ? അവരെ സന്തോഷം ചെയ്ത് മക്കളെ നിങ്ങൾ ശരിയാണ് എന്ന് പറയണോ? അത് എതിർക്കുക തന്നെ വേണം. ഭഗവാനും അങ്ങനെ തന്നെ ചെയ്യുന്നത്. പിന്നെ നമ്മളെന്തിനു ചെയ്യാതിരിക്കണം? അങ്ങനെ പ്രളയാന്തേ ഹയഗ്രീവ നിഗ്രഹം ചെയ്തു ശില്പമാൻ ആംനായങ്ങൾ വീണ്ടുകൊണ്ട് അബ്ജോത്ഭവൻ, അത് ബ്രഹ്മാവാണ് അബ്ജോത്ഭവൻ അടുക്ക കൊണ്ടുവന്ന് ഭഗവാൻ നിദ്രയെ പിരിഞ്ഞളവങ്ങുടൻ നൽകിയിടിനാൻ. അങ്ങനെ പിന്നെ ബ്രഹ്മാവിൻ്റെ നിദ്ര ഉറക്കമെല്ലാം തീർന്നപ്പോൾ ഭഗവാൻ ഹയഗ്രീവനെ കൊന്നിട്ട് വേദങ്ങൾ കൊണ്ടുവന്ന് ബ്രഹ്മാവിന് അബ്ജോത്ഭവന് നൽകി. വിദ്രുതം ഭക്തിയാ കൂപ്പി സ്തുതിച്ചു വിരിഞ്ചനും വന്ദിച്ചു നമസ്കരിച്ചിടിനോരളവാനു നന്ദിച്ചു ജഗത്രയ കാരണ അനുഗ്രഹാൽ പിന്നെയും സൃഷ്ടി തുടങ്ങിനാൻ മുന്നേ പോലെ. അങ്ങനെ ഉറക്കമെല്ലാം കഴിഞ്ഞ് ഉണർന്നപ്പോൾ ബ്രഹ്മാവിന് എന്തോ പറയാ, ഈ ആമനായം വേദങ്ങളും കൊണ്ടുകൊടുത്ത് ഹയഗ്രീവനെ നിഗ്രഹിച്ചിട്ട് കൊന്നിട്ട്, എന്നിട്ട് ഖിന്നത ഒഴിഞ്ഞ അഖിലേശ്വര പ്രസാദത്താൽ മന്നവൻ സത്യവ്രതൻ നിന്നിപ്പോൾ. അങ്ങനെ സത്യവ്രതൻ പിന്നെ ആരായി? വൈവസ്വതൻ എന്നു പേർ പൊങ്ങും മനുപ്രവരൻ തന്നെ നൂനം. അങ്ങനെ പിന്നെ വൈവസ്വതൻ എന്നുള്ള പേർ പൊങ്ങും. അത്ര പ്രസിദ്ധനായ മനുപ്രവരൻ തന്നെ ആയി അദ്ദേഹം. അതിനുശേഷം അദ്ദേഹമാണ് പിന്നെ മനു ആയത് എന്നെല്ലാം പറഞ്ഞിടും അഷ്ടമസ്കന്ധം കൊണ്ടെന്ന അന്യൂനാദരാൽ അടങ്ങിടിനാൾ കിളിപ്പെണ്ണം. ഇത് ശ്രീ മഹാഭാഗവതേ മഹാപുരാണി സൂതശൗനക സംവാദേ അഷ്ടമസ്കന്ധ സമാപ്ത. എല്ലാവർക്കും നമസ്കാരം. ഞാനിത്രയും ഇന്നത് പറയാൻ സമയമില്ലല്ലോ, സമയം അങ്ങ് പോയി. ഇങ്ങനെ എതിർപ്പ് കാണിക്കുന്നിടത്ത് നമ്മൾ ഒത്തു നിൽക്കാൻ പാടില്ലെന്ന് പറയുന്നത് നമ്മുടെ ജീവിത കാര്യങ്ങൾ. നമ്മളിപ്പം ഭഗവാന്റെ കാര്യങ്ങൾക്ക് നിൽക്കുമ്പോൾ നമുക്ക് വിഘ്നം വന്നുകൂടാ. അതിന് എന്തെങ്കിലും വിഘ്നങ്ങൾ കാണുക നമ്മൾ അതിനെ തടയണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ചിലപ്പോൾ വാക്കിറക്കൽ ഉണ്ടായെന്നിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ തലയിൽ കയറി നിരങ്ങും. നമുക്കിതിന് സമയം കെട്ടാതെയും പോകും. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.